എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മല്ലു ബിഗ് ബോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. സത്യത്തിൽ വളരെ വലിയൊരു പ്രസ്താവന നമ്മുടെ സിനിമാ മേഖലയിൽ നിന്ന് വന്നു. അതിൻ്റെ ഒരു അനലൈസ് തന്നെയാണ് ഈ വീഡിയോ. തീർച്ചയായിട്ടും ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. 2011-12 കാലഘട്ടത്തിലൊക്കെ എല്ലാവരും തള്ളിക്കളഞ്ഞ അല്ലെങ്കിൽ പലരും ട്രോൾ മെറ്റീരിയലായിട്ട് മാത്രം ഉപയോഗിച്ച ഒരു വ്യക്തിയാണ് സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്നത്. പിന്നീട് ഇങ്ങോട്ട് പല കാര്യങ്ങളും അന്ന് പറഞ്ഞ പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് സത്യമാണ് എന്ന് തെളിയുകയുണ്ടായി. ഈ ഇത്തരത്തിൽ അദ്ദേഹത്തെ അധിക്ഷേപിച്ച ജനങ്ങൾ തന്നെ, ആരാധകർ തന്നെ അദ്ദേഹമാണ് ശരി എന്ന് പല ഇൻ്റർവ്യൂകളിലൂടെയും പറയാതെ പറഞ്ഞു. പല വൻ താരങ്ങളും ആ ഒരു നിരയിലുണ്ട്. ഇപ്പോഴിതാ മലയാളത്തിൽ കൊട്ടിഘോഷിക്കപ്പെടുന്ന 100 കോടി, 200 കോടി, 300 കോടി എന്നൊക്കെ പറഞ്ഞുള്ള ഈ കോടിത്തിളക്കത്തിന് അടിസ്ഥാനമാക്കി നമ്മൾ ഓരോ സിനിമയെയും വിലയിരുത്തുമ്പോൾ പല ഫാൻസുകാരും ആഘോഷിക്കാറുണ്ട്, അല്ലെങ്കിൽ കളക്ഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞ് പല മീഡിയാസും അതിനെ കൊട്ടിഘോഷിക്കാറുണ്ട്. പക്ഷേ അന്ന് തന്നെ, അതായത് ആദ്യത്തെ 100 കോടി സിനിമ പുലിമുരുകൻ അടിച്ചപ്പോൾ തന്നെ സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞൊരു കാര്യമുണ്ട്: എത്രയൊക്കെ 100 കോടി വന്നാലും മലയാള സിനിമ നഷ്ടത്തിൽ തന്നെയാണ്. അത് സംവിധായകനും അതുപോലെ അതെല്ലാം കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്നത് അതിൻ്റെ താരങ്ങൾ അവസാനം പ്രൊഡ്യൂസറിൻ്റെ കയ്യിൽ വരുമ്പോൾ ഒന്നും കിട്ടാതെ ആകുന്ന അവസ്ഥ. കാരണം ഒരു സിനിമയുടെ എല്ലാ മേഖലകളും സ്വന്തമായി എടുത്ത് ചെയ്തൊരു വ്യക്തിയാണ്. അന്ന് നമ്മൾ കളിയാക്കിയെങ്കിൽ പോലും എല്ലാ തരത്തിലുള്ള പ്രാവീണ്യവും അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അന്ന് പറഞ്ഞത് സത്യമായി എന്നിപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ സുരേഷ് തന്നെ പറഞ്ഞിരിക്കുന്നു, ഇത്തരത്തിൽ വരുന്നത് അവസാനം 30 കോടിയൊക്കെയാണ്, അതിലും വളരെ കുറവാണ്. എന്തായാലും ഇത്തരത്തിലുള്ള വാർത്തകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂട്ടി കമൻറ്റ് ചെയ്യുക.